ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലോത്ത് മാസ്ക് ആണ്. 3 ലെയർ മാസ്ക് ആണ്. ഇപ്പോൾ കൊറോണയ്ക്ക് കൂടി വരുമ്പോൾ നമ്മൾ ഡബിൾ മാസ്ക് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരു ക്ലോത്ത് മാസ്കും ഒരു സർജിക്കൽ മാസ്കും. അപ്പോൾ പുറത്ത് വെക്കാനുള്ള ക്ലോത്ത് മാസ്ക് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാം. തയ്ക്കാൻ അറിയൊന്നും വേണ്ട, തയ്ക്കാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ 4 പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ചതുരത്തിനുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, 4 പീസ് നല്ല പ്രിൻ്റുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം നമ്മൾ എടുക്കുന്ന തുണി നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. എന്നാലും നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. പിന്നെ കോട്ടൺ ക്ലോത്ത് ആയിരിക്കും എപ്പോഴും മാസ്ക് ഉണ്ടാക്കാൻ നല്ലത്. പിന്നെ ഞാനിത് മോഡലിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് മാസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല കറക്റ്റ് സൈസായിട്ടുള്ള ഒരു മാസ്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് സൈസായിട്ടുള്ളൊരു ക്ലോത്ത് മാസ്ക് എടുക്കണം. ഇത് കണ്ടോ, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന കുറച്ച് നല്ല കുഴിയുള്ള ടൈപ്പ് മാസ്ക് ആണ്. അപ്പോൾ അങ്ങനെയുള്ള മാസ്ക് ആകുമ്പോൾ നല്ല ഫിറ്റായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കും, കാണുമ്പോഴും ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഈ മാസ്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ അളവിനാണല്ലോ ചെയ്യുന്നത് മാസ്ക്. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വരച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും തയ്യലൊന്നും അറിയാത്തവർക്കും അളവെടുക്കാൻ ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മാസ്കാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്കെച്ച് ഇട്ടിട്ട് ഒന്ന് വരച്ചിട്ട് വെട്ടുവാണ്. വരയ്ക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ തയ്യൽ തുമ്പെന്നും പറഞ്ഞ് വിടില്ലേ, അപ്പോൾ കുറച്ച് ഭാഗം എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. വളരെ ചെറിയ ഭാഗം മതി, കുറച്ചൊരു 1/2 ഇഞ്ച് ഭാഗം എക്സ്ട്രാ വിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് വെട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, അങ്ങനെ എല്ലാ സൈഡിലും 1/2 ഇഞ്ച് ഭാഗം വെച്ചിട്ട് ഞാൻ വിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മാസ്കിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല ഇങ്ങനെ വളഞ്ഞ് വരണം, എങ്കിലേ ആ ഒരു 3D ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മടക്കി വെച്ചപ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ കിടക്കുന്നു ആ ഒരു സൈഡിൽ. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇങ്ങനെ മടക്കിയതിന് ശേഷം. അപ്പോൾ 4 പീസ് തുണിയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 3 ലെയർ ആയതുകൊണ്ട് തന്നെ 2 പീസും കൂടെ വേണം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്പോഞ്ചിൻ്റെ പീസ്, അതായത് നമ്മുടെ ഷർട്ടും ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഒരു സ്പഞ്ചിൻ്റെ പീസ് ഉണ്ടാവും, കട്ടി കുറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫിൽറ്ററായിട്ട് വെക്കുന്നത്. ഇതും കൂടെ വെക്കുമ്പോൾ നല്ല മാസ്കിന് നല്ല ലുക്കായിരിക്കും, നല്ല പഞ്ഞി പോലെ ഇരിക്കുകയും ചെയ്യും, അകത്ത് നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 2 പീസ് മതി കേട്ടോ. മറ്റേതൊക്കെ 4 പീസുണ്ട്, പക്ഷേ ഇത് 2 പീസ് മതി. അപ്പോൾ ഇതും ഈ ഒരു ഷേപ്പിൽ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പീസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത പീസൊക്കെ എല്ലാം കറക്റ്റ് അളവാണെന്ന് നോക്കുക. കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ജോയിൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ കട്ട് ചെയ്തെടുത്ത് 4 പീസും ഒരുമിച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 2 പീസിൻ്റെ കൂടെ ഒരു സ്പഞ്ചിൻ്റെ പീസും 2 പീസിൻ്റെ കൂടെ ഒരു സ്പഞ്ചിൻ്റെ പീസും അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ 2 പീസ് ഇങ്ങനെ ചേർന്നിരിപ്പുണ്ട്. കണ്ടോ, ഞാൻ ഇളക്കി കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ചേർന്ന് ഇരിക്കുന്നത്. അതുപോലെ ഇവിടെയും 2 പീസ് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് ചേർത്ത് നമ്മൾ തയ്ക്കുകയല്ല ചെയ്യുന്നത്, നമ്മളിത് ചേർത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒട്ടിച്ചാൽ ഇത് കറക്റ്റ് ഇരിക്കുമെന്ന്. പക്ഷേ ഇരിക്കും, നമുക്ക് എത്ര കഴുകിയാലും ഇത് ഇളകി പോകാത്ത രീതിയിൽ നമുക്കിത് ഒട്ടിക്കാം. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്നതിന് മുമ്പ് നല്ല ഭാഗം രണ്ടും ചേർത്ത് വെക്കണം. അതായത് നല്ല പ്രിൻ്റുള്ള ഭാഗം അകത്ത് വരുന്ന രീതിയിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ച് വേണം വെക്കാൻ, ചേർത്ത് വേണം വെക്കാൻ. അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. കണ്ടോ, നോ സ്റ്റിച്ച് ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഫെവിക്രിലിൻ്റെ ആണ്, വേറെ കമ്പനിയുടേതുണ്ട്. ഫെവിക്രിലിൻ്റെ വളരെ നല്ലതാണ്. ഇത് നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയാൽ പോലും ഇളകിപ്പോയില്ല, അത്രയ്ക്ക് നന്നായിട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നോളും. അപ്പോൾ ഈ ഭാഗം, ഈ വളഞ്ഞിരിക്കുന്ന ഈ ഭാഗമാണ് നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത്, ആ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു കൂർത്ത ഭാഗം. അപ്പം ആദ്യം നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഗ്ലൂ തേക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റ ലൈനായിട്ട് വേണം ഗ്ലൂ തേക്കാൻ, വളയരുത് കേട്ടോ. നമ്മൾ ഈ ഗ്ലൂ തേക്കുന്ന അതേ രീതിയിലാണ് ഇത് ഒട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വളച്ചൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ വൃത്തികേടായിട്ട് വരും. അപ്പോൾ നല്ല ലൈനായിട്ട് ഒട്ടിക്കുക. പിന്നെ ഡാർക്ക് കളർ തുണിയിലൊക്കെ ഒട്ടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചൊട്ടിക്കണം. ഗ്ലൂ വേറെ എവിടെയും പറ്റരുത്. ഇപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആവും, അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ബ്ലാക്ക് തുണിയൊക്കെ ആണെങ്കിൽ എന്തോ വീണ പോലെ ഒരു പാട് വരും. അതുകൊണ്ട് വേറെ എവിടെയും പറ്റാതെ ശ്രദ്ധിക്കണം. വൈറ്റും വേറെ ലൈറ്റ് കളേഴ്സ് ഒന്നും കുഴപ്പമില്ല, എവിടെ പറ്റിയാലും. ബ്ലാക്ക് മാത്രം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൻ്റെ ആ ഒരു വളഞ്ഞ ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ വളഞ്ഞ ഭാഗം കറക്റ്റ് വെച്ചിട്ട് ഈ ഒരു സ്പഞ്ചിൻ്റെ പീസും കൂടെ ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതൽ ഗ്ലൂ. അപ്പോൾ അത് ഒട്ടിക്കുന്ന സമയത്ത് ഈ സൈഡുകളിൽ മാത്രമല്ല കേട്ടോ, എല്ലാ ഭാഗത്തും ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കാം. കാര്യം ആ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്പഞ്ച് ഒട്ടിക്കുന്ന ഭാഗം നമ്മൾ അകത്ത് വരും എന്തായാലും. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഗ്ലൂ അവിടെയൊക്കെ തേച്ചിട്ട് ഇതുപോലെ ആ ഒരു പീസും കൂടെ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ചേർത്ത് അങ്ങോട്ട് ഒട്ടിക്കണം. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം
ഇത് കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുക. ചെയ്താൽ സിമ്പിളാണ്. തയ്ക്കാനൊന്നും അറിയേണ്ട ആവശ്യമില്ല, അളവെടുക്കാൻ അറിയേണ്ട, ഒന്നും അറിയണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ഇഷ്ടപ്പെട്ട തുണിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ തന്നെയാണ് മറ്റേ പീസും ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു പീസാണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് മറ്റേ പീസും ചെയ്യുന്നത്. അപ്പോൾ ദാ ഒരു സൈഡ് ഇപ്പം 3 ലെയർ ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ 3 ലെയർ ആക്കി എടുക്കണം. ഒട്ടിച്ചതിന് ശേഷം എക്സ്ട്രാ ഉള്ള സ്പഞ്ചിൻ്റെ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്യണം കേട്ടോ, എങ്കിലേ കറക്റ്റ് നീറ്റായിട്ട് വരുള്ളൂ. എപ്പോഴും നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് കിടക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതുപോലെ തന്നെ ഇതും ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ രണ്ടും ഒരുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 2 മണിക്കൂറെങ്കിലും ഇത് ഉണങ്ങാൻ അനുവദിക്കണം. പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ ഒന്ന് പുറത്തോട്ട് വെയിലത്തോട്ട് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഉണങ്ങിക്കഴിഞ്ഞാലാണ് ഇത് ഇളകാതെ ഇരിക്കുന്നത്. അപ്പോൾ ഉണങ്ങാതെ നമ്മൾ വീണ്ടും ബാക്കിയുള്ളത് ചെയ്യരുത്. നമ്മൾ കുറച്ചൊരു സ്റ്റെപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആ ഫ്രണ്ടിലെ ഭാഗം. അപ്പോൾ അത് ഇതുപോലെ ഉണങ്ങിയതിന് ശേഷം എടുക്കാം കേട്ടോ. ഇപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ആ ഗ്ലൂ അവിടെ കാണത്തു പോലും ഇല്ല. അപ്പോൾ അതാ കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡിൽ സ്പഞ്ചും ഒരു സൈഡിൽ തുണിയും അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ 2 ലെയർ ഉണ്ട്, ഇപ്പം ഒരു സൈഡിൽ 1 ലെയർ. അപ്പോൾ അതാ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ ഫ്രണ്ട് വരും കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ പീസ് നമ്മൾ പുറത്തേക്ക് ആക്കി എടുക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഇവിടെ നല്ല കറക്റ്റ് ഷേപ്പിന് ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ കറക്റ്റ് ഒട്ടിക്കാം. അപ്പോൾ ഇതുപോലെ 2 പീസും ഞാൻ എടുത്തിട്ടുണ്ട്. 2 പീസിൻ്റെയും ഓരോ സൈഡിലാണ് സ്പഞ്ച് ഉള്ളത്. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പോഴും ശ്രദ്ധിക്കണം, 2 പീസിൻ്റെയും ആ സ്പഞ്ചുള്ള ഭാഗം 2 സൈഡിലായിട്ട് വരണം. രണ്ടും കൂടെ ഒരു സൈഡ് വരരുത്, എങ്കിൽ ഒരു സൈഡ് മാത്രം സ്റ്റിഫായിട്ടിരിക്കും. എന്നിട്ട് അതിൻ്റെ മിഡിൽ ഭാഗം കറക്റ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഒട്ടിക്കേണ്ടത് കേട്ടോ. ഇതിപ്പം നല്ല ഭാഗം പുറത്തും ചീത്ത ഭാഗം അകത്തുമാണ്. നല്ല ഭാഗവും കൂടെ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ കണ്ടോ. ഇതാണ് രണ്ടിൻ്റെയും നല്ല ഭാഗം. അപ്പോൾ അത് ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ആ മിഡിലെ ലൈൻ നോക്കി ഒട്ടിക്കണം. മിഡിലെ ലൈൻ കറക്റ്റ് രണ്ടിലും ഒരു സ്ഥലത്ത് തന്നെ വരണം. എന്നിട്ട് ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം കറക്റ്റ് പിടിച്ച് വയ്ക്കുക. കറക്റ്റ് പിടിച്ച് വെച്ചതിന് ശേഷം ഒരളവായിരിക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പം ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കരുത് കേട്ടോ, എങ്കിൽ ആകെ വൃത്തികേടായി പോവും, വൃത്തിയായിട്ട് ഇരിക്കില്ല. അത് കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫാബ്രിക് ഗ്ലൂ തന്നെ യൂസ് ചെയ്യണം. ഇതിന് വളരെ വിലക്കുറവാണ്, എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലൊക്കെ കിട്ടും കണ്ടോ. ഇതുപോലെ വെച്ചിട്ട് ഒട്ടിക്കണം. ചേർത്തത് മിഡിൽ ഭാഗം ആദ്യമേ ഞാനങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മിഡിൽ ഭാഗം ഒട്ടിച്ചിട്ട് അവിടെ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം ബാക്കി 2 സൈഡുകൾ ഒട്ടിക്കുക. അതുപോലെ മുകളിലും താഴെയും ഒട്ടിക്കുക. അപ്പം ലൈനായിട്ട് തന്നെ ഒട്ടിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളച്ച് ഒട്ടിക്കരുത്, വൃത്തി വരില്ല. അപ്പോൾ ഇവിടെയും കൂടെ ഇതുപോലെ കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം ഈ ഒരു ഭാഗം കൂടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ. ഇങ്ങനെ ചേർത്തങ്ങോട്ട് ഒട്ടിച്ചാൽ മതിയാവും. അതുപോലെ എല്ലാം ചേർത്തൊട്ടിക്കുക. ഈ 2 സൈഡുകൾ, ചെവിയുടെ ഭാഗം വരുന്ന സൈഡ് ഒട്ടിക്കരുത്. ആ മുകളും താഴെയും മാത്രമാണ് ഞാൻ ഒട്ടിക്കാൻ പറയുന്നത്. മറ്റേ സ്ഥലം ഞാൻ എന്ത് ചെയ്യണമെന്ന് പിന്നെ പറയാം. അപ്പോൾ ഇപ്പം ഇത് മാത്രം ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. കറക്റ്റ് ഫിറ്റാണെന്ന് നോക്കുക. ഇതുപോലെ 2 സൈഡും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 2 സൈഡ് മാത്രം നമ്മൾ ഒട്ടിക്കാതെ വിട്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് ആ സൈഡ് നമ്മൾ ഒട്ടിക്കാതെ വിട്ടിരിക്കുന്നത് കണ്ടോ. സ്പഞ്ച് 2ൻ്റെയും ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം 2 സൈഡും 3 ലെയർ വെച്ചിട്ടായിട്ടുണ്ട്. പകുതി സ്പഞ്ചുള്ള ഭാഗം ഇവിടെ അപ്പുറത്തെ സൈഡിൽ പകുതി സ്പഞ്ചുള്ള ഭാഗം. ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി വിരലകത്തേക്ക് കയറ്റിയതിന് ശേഷമാണ് തിരിച്ചിടുന്നത്. അപ്പം തന്നെ തിരിച്ചിടരുത്. ഇത് 2 മണിക്കൂർ വീണ്ടും ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ തിരിച്ചിടുന്നത്. എപ്പം നമ്മൾ ഒട്ടിച്ചാലും 2 മണിക്കൂർ നന്നായിട്ട് വെയിലത്ത് വെച്ച് പെട്ടെന്ന് ഉണക്കിയെടുക്കണം. ഉണങ്ങിയതിന് ശേഷം തിരിച്ചിട്ടില്ലെങ്കിൽ ഇളകിപ്പോവും. അതുകൊണ്ട് ഉണങ്ങുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്ത് വെച്ചാൽ മതിയാവും. പെട്ടെന്ന് ഒട്ടിക്കുന്ന ഒരു പാട് മാത്രമല്ലേ ഉള്ളൂ, ഉണങ്ങുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതിയാവും. നല്ല സ്റ്റിഫായിട്ട് നല്ല ഭംഗിയിലും ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മാസ്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മളിതിൽ എലാസ്റ്റിക് പിടിപ്പിക്കുന്നത് നമ്മുടെ ചെവിയിലേക്ക് ഇടാനുള്ള ഭാഗം. അപ്പോൾ ഇവിടെ എക്സ്ട്രാ സ്പഞ്ച് കിടക്കുന്നില്ലേ, അതൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഇരിക്കുന്ന രീതിയിലായിട്ടുണ്ട് കണ്ടോ. ഇനി ഈ ഒരു സൈഡ് ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ കൈകൊണ്ട് മടക്കി വയ്ക്കുക. പുറത്തേക്ക് കാണാത്ത രീതിയിൽ അകത്തേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ അയൺ ചെയ്യുന്നതൊന്നുമില്ല, എന്നാലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സൈസിൽ എലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പ് ഉപയോഗിച്ച മാസ്കിൻ്റെ അതേ അളവ് നോക്കിയാൽ മതി. അതിനുശേഷം എലാസ്റ്റിക് ഇതുപോലെ അകത്തേക്ക് വെക്കുക. മാസ്കിന് വേണ്ടി പ്രത്യേകം ലൈറ്റായിട്ടുള്ള എലാസ്റ്റിക് വാങ്ങിക്കാൻ കിട്ടും. അകത്തേക്ക് വെച്ചതിന് ശേഷം സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഒട്ടിക്കാൻ
ഒട്ടിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ഇലാസ്റ്റിക് എപ്പോഴും വലിച്ചിടുന്നതായതുകൊണ്ട് അവിടെ ഒട്ടിക്കാൻ പറ്റില്ല. അവിടെ സൂചി നൂല് വെച്ചിട്ട് കൈത്തയ്യൽ തയ്ച്ചാൽ മതി. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആണ് 2-3 തയ്യൽ തയ്ച്ചാൽ മതിയാവും. സൈഡ് കുറച്ചല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സിമ്പിളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫാഷനബിൾ ആയിട്ടുള്ള നല്ല പ്രൊട്ടക്ഷനുള്ള 3 ലെയർ വിത്ത് ഫിൽറ്റർ മാസ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.